ഡോക്ടർ സൗമ്യ സരിനാണ് എനിക്കൊപ്പം ക്രോസ് ഫയറിൽ ഇപ്പോഴുള്ളത്. ഡോക്ടർ സൗമ്യ സരിൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി, ഡോക്ടർ സരിൻ്റെ ഭാര്യ. ഡോക്ടർ സരിൻ്റെ ഭാര്യ സൗമ്യ സരിൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല സൗമ്യയുടെ പക്ഷേ എങ്കിലും നമ്മുടെ സാഹചര്യം, അതെ അതെ, നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഈ ഒരു സാഹചര്യം ഇങ്ങനെ വന്നുപെട്ടതുകൊണ്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നു അല്ലേ? കുറേയേറെ വിമർശനങ്ങൾക്ക് വലിയ വിഷമമുള്ള സമയമാണ് ഇപ്പോൾ അല്ലേ? ഒരു പരിധിവരെ അതെ. പക്ഷേ ഇതൊക്കെ നമുക്ക് ശീലമുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാ പാർട്ടികളുടെയും ചീത്തവിളികൾക്ക് അല്ലെങ്കിൽ അതിന് വിധേയമാവേണ്ടി വന്ന ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാര്യം സാധാരണ രീതിയിൽ ആർക്കെങ്കിലും ഒരു ഭാഗത്തുനിന്ന് മാത്രമായിരിക്കും അറ്റാക്ക് ഉണ്ടാവുക. എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു ഞാൻ സോഷ്യൽ മീഡിയയിൽ 2018 മുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. തുടക്കത്തിലൊക്കെ ഇതൊരു വിഷമം ഏതൊരു മനുഷ്യനെയും പോലെ തന്നെ നമുക്ക്, കാര്യം രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, നമ്മൾ ചെയ്യുന്ന പല ടോക്കുകളും അല്ലെങ്കിൽ നമ്മൾ സാമൂഹ്യപരമായിട്ടുള്ള പല കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്തൊക്കെ പല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല മെഡിസിനുകൾക്കെതിരെ നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ. അപ്പോൾ ആ സമയത്തും ഇതേ രീതിയിൽ സൈബർ അറ്റാക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല. കാരണം നമുക്ക് കുറേ കഴിയുമ്പോൾ നമ്മൾ അതിനൊക്കെ ഇമ്മ്യൂൺ ആവും, അല്ലെങ്കിൽ ഇമ്മ്യൂൺ ആയേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ആക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഇത് നമ്മുടെ ഒരു ഈ തെരഞ്ഞെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ വരാം. അതിനു മുമ്പ് ഈ സൈബർ അറ്റാക്ക് എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും പരിചിതമായെന്ന് തോന്നുന്നു. ചെറിയ കുട്ടികളായിട്ടുള്ള സിനിമാ താരങ്ങൾക്ക് നേരെ, എല്ലാവർക്കും, സ്ത്രീകൾക്കെതിരെ എന്താണ് അങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ, എല്ലായിടത്തുമാണ്. എന്താണ് സൗമ്യക്ക് അതിനൊരു നേർക്കുനേർ അനുഭവമുള്ള ആളാണല്ലോ, എന്താ അതിൻ്റെ ഒരു പിന്നിൽ? ആക്ച്വലി ഇത് ഒരു പ്രത്യേക വിഭാഗം നടത്തുന്ന ഒരു മൂവാണ്, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. പക്ഷേ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആളുകൾ അവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കാൻ ഇതിലധികവും ഫേക്ക് അക്കൗണ്ടുകളാണ്. സ്വന്തമായിട്ട് പേരും ഇല്ല, അതുപോലെ തന്നെ ഒരു മുഖവും ഇല്ലാത്ത ഏതൊക്കെയോ അക്കൗണ്ടുകളിൽ നിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ ഒരു മാനസികമായിട്ടുള്ള വൈകല്യം എന്ന് ഞാൻ ഇതിന് കാണാറുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന പാർട്ടി ചെയ്തു, ഇവർ ചെയ്തു, അങ്ങനെ ഞാൻ പറയാറില്ല. കാര്യം ഈ ആളുകൾ എല്ലായിടത്തും ഉണ്ടെന്നേ. ഇപ്പോൾ പാർട്ടികൾ എന്ന് പറയുന്നത് വ്യക്തികളാണ്. അപ്പോൾ അതിൽ നല്ലവരും ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനോവൈകല്യങ്ങളുള്ള ആളുകളും ഉണ്ട്. സ്ത്രീകൾ കുറവായിരിക്കും. സ്ത്രീകൾ കുറവാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, അറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഫേക്ക് അക്കൗണ്ടുകൾക്ക് പിന്നിൽ ആരാണെന്ന് നമുക്കറിയില്ല. സ്ത്രീകൾ കുറവായിരിക്കാം. പിന്നെ ഇത് ഉണ്ടാവുന്നത് കൂടുതലായിട്ടും സ്ത്രീകൾക്കെതിരെയുമാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരുടെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു പ്രോബ്ലം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തീർക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഇടമാണല്ലോ സൈബർ സ്പേസ്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് സംഭവം നടക്കുന്നതുകൊണ്ട്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട്, തൊട്ടു മുന്നേ സരിൻ മറ്റ് കോൺഗ്രസ് ഇങ്ങോട്ടേക്ക് മാറിയതുകൊണ്ട് ഇതിനിപ്പോൾ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഇപ്പോൾ കോൺഗ്രസ്സിൽ ആയിരുന്നു സരിൻ ഉള്ളപ്പോൾ ഉള്ള അറ്റാക്കിന്, സൈബർ അറ്റാക്കിന് കുറേ കൂടെ വിസിബിലിറ്റി കിട്ടിയിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകുന്നപ്പോൾ ആ നിലക്കുള്ളൊരു പിന്തുണ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ആക്ച്വലി അങ്ങനെ ഒരു പിന്തുണ ആഗ്രഹിച്ചിട്ടില്ല. അത് എല്ലാവരും ഇപ്പം എന്നോട് പറയുന്നുണ്ട് അങ്ങനെ. കാര്യം ഇത് ഒരു ഇപ്പുറത്തായ സമയത്ത് അത് ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഞാനിതിവിടെ പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ച് എന്നോട് സഹതപിക്കാനോ, ഞാൻ സൈബർ അറ്റാക്ക്, പലരും പറയുന്ന ഇരവാദം, എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം അതാണ്, ഇരവാദം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് ഇര എന്നുള്ള വേർഡ് തന്നെ എനിക്ക് ദേഷ്യമാണ്. കാരണം സ്ത്രീകളെ അങ്ങനെ ഇര എന്ന് വിളിക്കേണ്ട കാര്യമില്ല. അതൊരു വീക്ക്നെസ്സിനെയാണ് നമ്മൾ സിംബിളൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ബലാത്സംഗമൊക്കെ വന്ന റേപ്പിൻ്റെ ഇര എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതുപോലെ സൈബർ അറ്റാക്ക്, എന്നെ സൈബർ അറ്റാക്ക് ചെയ്തേ എന്ന് പറഞ്ഞ് ഞാൻ ഇരവാദം മുഴക്കുകയാണ്, എന്നിട്ട് സരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുക, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി വോട്ട് ചോദിക്കുകയാണ്. എനിക്ക് ഡയറക്റ്റ്ലി വോട്ട് ചോദിക്കാൻ ഞാൻ ആരെയാണ് ഭയക്കേണ്ടത്? എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമായിരുന്നു, ഇന്ന് വേണമെങ്കിലും എനിക്ക് പുറത്തു പോകാം, ക്യാമ്പയിൻ നടത്താം. ആരെങ്കിലും എന്നെ തടയാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഭയക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. അതിനിങ്ങനെ ഒരു ഇരവാദം മുഴക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ എപ്പോഴും ആളുകളോട്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ആക്കി ഞാൻ പറയാറുള്ളത്, സൈബർ അറ്റാക്കിനെതിരെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അല്ലാതെ ഒരിക്കലും ആരുടെ സഹതാപത്തിൻ്റെ ആവശ്യമില്ല, ആരുടെ സപ്പോർട്ടിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം നമുക്ക് എപ്പോഴാണ് സഹതാപവും സപ്പോർട്ടൊക്കെ വേണ്ടത്? ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ ആളല്ല, അല്ലെങ്കിൽ എനിക്കിത് സാധിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണല്ലോ. ഒറ്റയ്ക്ക് മതി, ധാരാളമാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് പറയുന്നവരടുത്ത്, അല്ലെങ്കിൽ നമ്മളോട് സഹാനുഭൂതി കാണിക്കുന്നവരടുത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ എനിക്ക് ആരെയും സപ്പോർട്ട് വേണ്ട അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ സഹതാപത്തിനോ സപ്പോർട്ടിനോ വേണ്ടി ഞാൻ ഒന്നും പറയാറില്ല. കാരണം എനിക്കിത് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഇതിപ്പോൾ സൗമ്യ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിൽക്കുന്നതുകൊണ്ട് നിശ്ചയമായിട്ടും അത്തരം ചോദ്യങ്ങൾ വരുമല്ലോ. ഇപ്പോൾ ഈ സരിന് കോൺഗ്രസിൻ്റെ യുവനേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഇങ്ങോട്ടേക്ക് മാറിയത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആംഗിളും സാധ്യമാണ്. അതായത് തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരു പദവി കിട്ടാത്തതുകൊണ്ട് പദവിക്ക് വേണ്ടിയിട്ട് മറുകണ്ഠം ചാടിയ ആൾ എന്ന്. സൗമ്യ സരിനെ രാഷ്ട്രീയമായിട്ടുള്ള ഈ നീക്കത്തെ ഒരു വ്യക്തി എന്ന നിലയിൽ മാറിയിരുന്നിട്ട് വിലയിരുത്തുമ്പോൾ, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് വിലയിരുത്തുമ്പോൾ എന്താ കാണുക? ഈ പദവി
വേണ്ടി മാറി എന്നുള്ളത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ സരിൻ്റെ ഒരു ഹിസ്റ്ററി അറിയുന്ന ആളുകൾക്ക് സരിൻ ഒന്നും ഇല്ലാതെ എവിടെയും എത്താതെ രാഷ്ട്രീയത്തിൽ എത്തിപ്പെട്ട ഒരാളല്ല. സരിൻ ഒരു ഡോക്ടർ MBBS കഴിഞ്ഞ ഒരാളാണ്. എന്ന് വേണമെങ്കിലും ഒരു ഡോക്ടർ ജോലി എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ഡോക്ടർ ജോലി ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത ഒരാളാണ്. അതിനുശേഷം കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറലായിട്ട് ഇരുന്ന ഒരാളാണ്. കർണാടകത്തിൻ്റെ DAG ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ജോലി റിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോലി കയ്യിലുണ്ടായിരുന്ന ഒരാളാണ്. അത് ഇട്ടെറിഞ്ഞ് ജീവിതത്തിന്റെ എല്ലാ സെക്യൂരിറ്റികളും സ്റ്റെബിലിറ്റികളും വേണ്ട എന്ന് തോന്നിയിട്ടില്ലേ? ഞാൻ തോന്നുക എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കാര്യം എന്നോട് സരിൻ ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ട് അടുത്ത സമയം മുതൽക്ക് തന്നെ സരിൻ്റെ പ്ലാനുകൾ കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും സിവിൽ സർവീസിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണ്. ഞാൻ അതിലാണ് എന്നെ ഫൈനലായിട്ട് കാണുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും പൊളിറ്റിക്സിലേക്ക് ഒരു നാൾ എത്തും, അങ്ങനെ പോകുന്ന ഒരാളാണ്. അതെ, ഇതിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ചാടുന്ന അല്ലെങ്കിൽ അപ്പപ്പ എടുക്കുന്ന ഒരാളല്ല. സരിന് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ട്. ഞാൻ കണ്ട കാലം മുതൽക്കുള്ള കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ കാണുന്നത് ഏകദേശം 19 വയസ്സിലാണ്. ഞങ്ങൾ MBBS തേർഡ് ഇയർ ആയിരുന്ന സമയത്ത് 19-20 വയസ്സ്. അപ്പോൾ അങ്ങനെ ഒരു ജോലിയിലിരുന്ന് അങ്ങനെ ഞങ്ങൾ 2009 ഞങ്ങളുടെ വിവാഹം കഴിയുന്നു. അന്ന് സരിൻ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രെയിനിങ്ങിന് പോകുന്ന സമയമാണ്. അത് കഴിഞ്ഞ് വന്നു 2011 ആദ്യത്തെ പോസ്റ്റിംഗ് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു വിവാഹം കഴിയുന്നു, ഞങ്ങൾക്ക് ഒരു മോളുണ്ടാവുന്നു. മോൾക്ക് ഏകദേശം 4-5 മാസമുള്ള സമയത്താണ് ഞങ്ങൾ കർണാടകത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഏതൊരു ഭാര്യയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും എന്താ വിചാരിക്കുക, വളരെ സെക്യൂർ ആയിട്ടുള്ള സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജോലി. പിന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ PG ബാംഗ്ലൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെയും പോലെ ഏതൊരു സാധാരണ മനുഷ്യനെയും പോലെ ഞാനും ആഗ്രഹിച്ചത് സെക്യൂർ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. പ്രത്യേകിച്ച് കുഞ്ഞുകൂടി ആയപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഞാൻ ഈ പറഞ്ഞ ഒക്കെ നിങ്ങൾ ചെയ്തോളൂ, ജോലി വിട്ടോളൂ എന്നങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞ ഒരാളല്ല. എന്നാൽ കഴിയുന്നതും ഞാൻ പറഞ്ഞിരുന്നു, കാര്യം നമുക്കിത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ, ഇത് വേണോ, ഇത്രയും ഇങ്ങനെ ഒരു ലൈഫിൽ നിന്ന് പോകണോ, അത് പിന്തിരിപ്പിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സാധാരണ ഭാര്യ ചെയ്യുന്നത്. അന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ, പൊതുപ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ സരിൻ്റെ ഉള്ളിൽ വലിയ പ്രതീക്ഷകളാണോ ഉണ്ടായിരുന്നത് കോൺഗ്രസിനെ പറ്റിയിട്ട്? സരിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്, പദവി പ്രതീക്ഷിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ഥാനമോഹി എന്ന് വിളിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സരിൻ ഈ പദവി വിട്ട് വരുന്ന സമയം 2016 കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കോൺഗ്രസിന് എവിടെയെങ്കിലും അല്ലെങ്കിൽ അത്രയും വീക്കായിട്ട് നിൽക്കുന്ന സമയമാണ്. അന്ന് ഏറ്റവും പ്രബലമായി നിൽക്കുന്ന പാർട്ടി BJP ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഈസി എൻട്രി എങ്ങോട്ടായിരുന്നു? ഇപ്പം നമ്മുടെ എത്രയോ സിവിൽ സർവൻസ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നു എന്നുള്ളത് ആർക്കും ആലോചിച്ചറിയുന്ന കാര്യമാണ്. പക്ഷേ സരിൻ കോൺഗ്രസിലേക്ക് വന്നത് വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ്. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാക്കണം എന്നുള്ളത് എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവരും ഒരു ആ വേർഡിനോട് എല്ലാവർക്കും ഒരു അവേർഷൻ ഉണ്ട്. കാര്യം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു നന്നല്ലാത്ത സാധനമാണ്. എനിക്ക് അങ്ങനെ ഞാൻ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നെ തിരുത്താറുള്ള കാര്യമാണ്. അപ്പോൾ പുറത്തുനിന്ന് അതിനെ കുറ്റം പറയാൻ നമുക്കൊക്കെ സാധിക്കും. ഓക്കെ, അത് മോശമായിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് നിന്ന് നമ്മളൊരു സേഫ് സൈഡിൽ നിന്ന് അതിനെ കുറ്റം പറയാം. പക്ഷേ ചെറുപ്പക്കാർ അതിലേക്ക് ഇറങ്ങി വന്ന് അതിനെ നല്ലൊരു സ്ഥലം ആക്കി മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കില്ലേ? അപ്പോഴല്ലേ നമുക്ക്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കുറ്റം പറയാൻ എനിക്കും നിനക്കും ആർക്കും സാധിക്കും. പക്ഷേ അതിലേക്ക് ഇറങ്ങി വന്ന് അതിൽ നല്ലത് ചെയ്യുക. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ളൊരു കാര്യമല്ല. അത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് നല്ലത് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാനുള്ള ഉത്തരവാദിത്തം ചെറുപ്പക്കാർക്കുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ്. കുറേ കാലം കോൺഗ്രസിൽ നിന്നല്ലോ. അപ്പോൾ കോൺഗ്രസിൽ ആദ്യകാലത്തെങ്കിലും സരിന് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സരിൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നും സരിൻ്റെ രീതിയിൽ സരിൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ എപ്പോൾ സരിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്തും സരിന് ഫോൺ കോളുകൾ നിൽക്കുന്ന സമയമില്ല. ഏത് സമയത്തും സരിനെ ഇന്ന് വിമർശിക്കുന്ന ആളുകൾക്കും നന്നായിട്ട് അറിയുന്ന കാര്യം അത്. എപ്പോഴും ആളുകൾ സരിന് ഒരു സ്ഥാനമാനങ്ങളും സരിന് കഴിഞ്ഞ 8-9 വർഷമായിട്ടില്ല. ഡിജിറ്റൽ മീഡിയയുടെ ഒരു ഹെഡ് എന്നുള്ളത് പുറമെ നമുക്ക് സ്ഥാനങ്ങളോ അങ്ങനെ ഒരു പവർ പ്ലേസിൽ സരിൻ വന്നിട്ടില്ല. എന്നാൽ പോലും വിളിക്കുന്ന ആളുകളെ കേൾക്കാനും അവരുടെ പ്രശ്നം നമുക്ക് പറ്റുന്ന പോലെ, ചിലപ്പോൾ ആശുപത്രിയിൽ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എത്രയോ അച്ഛനമ്മമാർ വിളിക്കാറുണ്ട് കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അവർക്ക് വേണ്ടി അവനവൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സരിൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണുന്ന വ്യക്തിയാണ്. അത് അങ്ങനെയുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗൈഡൻസ് കിട്ടിയ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് സരിനെ നന്നായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ
കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു, പ്രധാനപ്പെട്ട യുവ നേതാവായിരുന്നു സരിന്. അതെ. ഇപ്പം നിങ്ങളുടെ അക്കാലത്തെ സുഹൃത്തുക്കൾ കൂടിയായിരുന്ന സഹപ്രവർത്തകർ കൂടിയായിരുന്ന ആളുകളാണ്. ഇപ്പോൾ അപ്പുറത്ത് നിന്ന് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വിമർശിക്കുന്നത് മറുപടി പറയാനായിട്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നു, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു. അപ്പോൾ വിഷമം തോന്നില്ല യഥാർത്ഥത്തിൽ? അതായത് നേരത്തെ സുഹൃത്തുക്കളായിരുന്ന ആളുകൾ, നേരത്തെ നേതാക്കളും സഹപ്രവർത്തകരായിരുന്ന ആളുകൾ ഇങ്ങനെ രൂക്ഷമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം അങ്ങനെയാണെന്ന് കണ്ട് തള്ളിക്കളയാണോ ചെയ്യുന്നത്? അല്ല, ഒരു പരിധിവരെ അത് നമുക്ക് തള്ളിക്കളയാനേ പറ്റൂ. കാരണം എന്നെ സംബന്ധിച്ചിട്ട് വിഷമം ഡെഫിനറ്റ്ലി നമുക്ക് ഉണ്ടാവുമല്ലോ. കാര്യം ഞാൻ എപ്പോഴും വ്യക്തിബന്ധങ്ങൾക്ക് എപ്പോഴും ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സരിൻ കോൺഗ്രസിൽ നിന്നിരുന്ന സമയത്തും അപ്പുറത്ത് നമുക്ക് വേറെ പാർട്ടികളിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് അല്ലാത്ത എത്രയോ സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ട്. തിരിച്ചിപ്പോഴും അതെ, ഇപ്പോഴും കോൺഗ്രസ്സിലുള്ള എത്രയോ നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ട്. പക്ഷേ വ്യക്തിപരമായി നമ്മളെ അറിയുന്ന ആളുകൾ, നമ്മൾ എന്താണെന്ന് അറിയുന്ന ആളുകൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരെപ്പോലെ നമുക്കും സങ്കടം തന്നെ, ഡെഫിനറ്റ്ലി നമുക്കതൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് അവരുടെ രീതിയായിരിക്കാം, അല്ലെങ്കിൽ അത് അവർ ചൂസ് ചെയ്ത വഴിയായിരിക്കാം. പക്ഷേ എൻ്റെ രീതി അല്ലെങ്കിൽ ഞങ്ങളുടെ രീതി അതല്ല. വ്യക്തിബന്ധങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാലും രാഷ്ട്രീയം പ്രധാനമല്ലേ സൗമ്യ? അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമല്ല CPM രാഷ്ട്രീയം, പക്ഷേ വളരെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറാൻ സരിന് സാധിച്ചു. സൗമ്യ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടെ ഒന്നും രാഷ്ട്രീയം സ്ഥിരമായിട്ട് പറയുന്ന ആളല്ല, എങ്കിലും ഈ രാഷ്ട്രീയ വ്യത്യാസം സൗമ്യയുടെ മനസ്സിൽ തോന്നില്ലേ? ഇവരുടെ ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇപ്പോൾ സരിൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ജനങ്ങൾ ഒരു പ്രതിനിധിയായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, അവർക്ക് ചെയ്യാനുള്ളത് എന്താണ്? ആ നാടിന് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയാണെങ്കിലും ആ ജനപ്രതിനിധിക്ക് ചെയ്യാൻ ഒരേ കാര്യമുള്ളൂ. അത് പാർട്ടി അനുസരിച്ച് മാറും. ഐഡിയോളജി എന്നൊക്കെ പറയുന്നുണ്ടാവില്ലേ? ഇപ്പോൾ CPM ഐഡിയോളജി അല്ലോ കോൺഗ്രസിൻ്റെ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ മതങ്ങളുടെയും ബേസ് നല്ലതാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഏതൊരു രാഷ്ട്രീയ ഐഡിയോളജിയുടെയും ബേസ് എന്താണ്? ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതിൽ അപ്പുറം ഏത് ഐഡിയോളജിയാണ് ഇവർക്കുള്ളത്? അതെ, ഇതിലിപ്പോൾ ജനങ്ങൾക്ക് ഓപ്പോസിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? എല്ലാത്തിൻ്റെയും ബേസ് ഒന്നല്ലേ? അപ്പോൾ ആ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതിന് സരിൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. സൗമ്യക്ക് ഇപ്പോൾ സരിൻ്റെ ഭാര്യ എന്നുള്ള വ്യക്തിപരമായിട്ടൊക്കെ മാറി എന്നിട്ട് സ്വതന്ത്ര വ്യക്തിയായിട്ട് എന്നിട്ട് കോൺഗ്രസും CPM എന്നുള്ള വ്യത്യാസം എന്താ വിചാരിക്കുക? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കോൺഗ്രസ് ആണ് എന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ബേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹിംസ, സത്യവാദം, ഇതൊക്കെയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന ബേസുകളെ പറ്റിയല്ല. ഇന്ന് അതെല്ലാം ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന പാർട്ടി എന്താണ്, ഇന്ന് അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ അവരെ. പക്ഷേ ഈ പാർട്ടികളുടെ തത്വസംഹിതകളും അല്ലെങ്കിൽ അവരുടെ പ്രിൻസിപ്പൾസും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങൾക്ക് നന്മ വരുത്താനുള്ളതാണ്. അപ്പോൾ അതിൽ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ CPM ഒരു കാലത്ത് വലിയ തോതിൽ എതിർത്തുകൊണ്ടിരുന്നതല്ലേ? സൗമ്യം എതിർത്തുകൊണ്ടിരുന്നതാണ് മനസ്സിലെങ്കിലും? ഇല്ല, ഞാൻ അങ്ങനെ ഒരു എതിർപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഒരു പാർട്ടി, ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരു പാർട്ടിയുടെ പ്രചാരകയോ പ്രവർത്തകയോ ആണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, എനിക്ക് ചിലപ്പോൾ CPM ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് നല്ലതാണല്ലോ എന്ന് തോന്നാറുണ്ട്. ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും കാണുന്ന സമയത്ത് എനിക്ക് എതിർപ്പ് തോന്നാറുണ്ട്. അതേപോലെ തന്നെ തിരിച്ചപ്പുറത്തും തോന്നാറുണ്ട്. എനിക്കൊരു പാർട്ടി ഇവർ ചെയ്യുന്നത് എല്ലാം നല്ലത്, എനിക്കങ്ങനെ ഒരു വിധേയത്വം ഇല്ല. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എല്ലാം നല്ലത്, ഇവർ ചെയ്യുന്ന എല്ലാം മോശം എന്ന് പറയുന്ന വിധേയത്വം എനിക്ക് ഇതുവരെ ഇല്ല. കാര്യം അവസാന കാലത്ത് സരിൻ കോൺഗ്രസ് വിടുന്ന കാലത്ത് വലിയ മനപ്രയാസത്തിലായിരുന്നോ സരിന്? വളരെയധികം ബുദ്ധിമുട്ടുകൾ. ഇതൊരിക്കലും ഒരു ഈസി ഡിസിഷൻ ആയിരിക്കില്ലല്ലോ. ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു ഇതിൽ നിന്ന് മാറുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ വരും വരായികളെ പറ്റി, എല്ലാത്തിനെ പറ്റി. ഒരിക്കലും ഒറ്റ നിമിഷം കൊണ്ട് എടുക്കുന്ന തീരുമാനം ആവില്ലല്ലോ. വലിയ വെറുപ്പ് പോലെ തോന്നി. ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കൈ കൊടുക്കാൻ പോയപ്പോൾ കൈ കൊടുത്തില്ല. അപ്പോൾ എന്ത് തോന്നി? അത് കണ്ടപ്പോൾ വിഷമം വന്നു? വിഷമമൊന്നും വന്നില്ല. കാര്യം നമ്മൾ ഒരു ആളുകൾ എങ്ങനെ നമ്മളോട് പെരുമാറണം എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമ്മുടെ കയ്യിലുള്ള കാര്യം നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മാത്രമാണ്. അവർക്ക് ഇങ്ങോട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ വെറുപ്പ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. വെറുപ്പ് എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിലും നല്ലതല്ല. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും നല്ലതല്ല. കാരണം ഇവരൊക്കെ പല പല ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനായിരിക്കാം. പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ കാണാനേ സാധിക്കും. എല്ലാവരും മനുഷ്യരാണ്. ഞങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ പാർട്ടി, ഞങ്ങൾക്ക് എന്ത്, ബേസിക്കലി ഞാനും സരിനും ഒക്കെ ഡോക്ടർമാരാണ്. ഞങ്ങളുടെ രക്തത്തിൽ ഓടുന്ന രക്തവും അല്ലെങ്കിൽ ജനങ്ങളിൽ ഓടുന്ന രക്തവും ഡോക്ടറുടെ രക്തമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനേ സാധിക്കൂ. നമുക്ക് മനുഷ്യരായി കാണാനേ. കോൺഗ്രസ് ഇറങ്ങി പോകുന്ന അവസാന ടൈമിൽ ഈ പറയുന്ന പോലെ വലിയ മനപ്രയാസം ഉണ്ടായപ്പോൾ അതൊക്കെ പങ്കുവെക്കുമായിരുന്നു സരിന? കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ വ്യക്തിപരമായിട്ട്? പിന്നീട് കാണുമ്പോൾ നമ്മൾ ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്, പരസ്പരം മിണ്ടുന്നില്ല എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ഈ ഇവിടെ നിന്ന് മാറിയ സമയത്തെ കാര്യങ്ങളാണോ? കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഉണ്ടാവുന്ന മനപ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ളൊരു അസൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും സരിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട്
ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ തീരുമാനങ്ങൾ ഞാൻ ഒരിക്കലും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യേണ്ട അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. എൻ്റെ കാര്യത്തിൽ തിരിച്ചും പറയാറില്ല. തീരുമാനം എപ്പോഴും, കാരണം ഇത് ഞങ്ങളുടെ കുടുംബകാര്യമല്ല, ഇപ്പോൾ ഇത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളല്ല. ഇത് ഏതൊരു വ്യക്തിക്കും 2 ജീവിതങ്ങളുണ്ടല്ലോ. നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് വാതിലിനിപ്പുറം വാതിലിനപ്പുറം. അപ്പോൾ വാതിലിനിപ്പുറമുള്ള കാര്യങ്ങളെയാണ് ഞങ്ങൾ ഒരുമിച്ച് 2 പേരും ഒരുമിച്ച് സംസാരിച്ച് 2 പേരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാൻ നമുക്ക് അതേ പറ്റൂ. ഇതിനപ്പുറത്തേക്കുള്ള ജീവിതം പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് അവിടെ പല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ട് വരും. എനിക്കത് മുഴുവൻ സരിനോട് കൺസൾട്ട് ചെയ്ത് സരിൻ്റെ സമ്മതമൊക്കെ വാങ്ങി എടുക്കാൻ ഒരിക്കലും പറ്റില്ല. അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, അറിയിക്കാറുണ്ട്. പക്ഷെ ആ തീരുമാനങ്ങൾ ഞാൻ ഓൺ ചെയ്യാറുണ്ട്. എന്നാലും ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലാണ്. ഇപ്പോൾ പുറത്ത് ഞങ്ങളൊക്കെ കാണുമ്പോൾ വലിയ ആത്മവിശ്വാസ സന്തോഷമൊക്കെയാണ്, വിജയിക്കും എന്നുള്ളതാണല്ലോ ഈ സ്ഥാനാർത്ഥികൾ പറയുക. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഹാപ്പിയാണോ? പിന്നെന്താ, സരിനെ സംബന്ധിച്ച് ഒരു കാര്യം എനിക്ക് 100% ഉറപ്പാണ്. സരിൻ ഹാപ്പി അല്ലാതെ, സരിൻ മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒന്നും ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതാണ് സത്യത്തിൽ എൻ്റെ കോൺഫിഡൻസ്. കാരണം സരിൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സരിൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഫേക്കായിട്ട് ചിരിച്ചുകൊണ്ട് സരിൻ ഒന്നും ചെയ്യില്ല, ഒന്നും പറയില്ല. സരിൻ്റെ മുഖത്ത് എന്താണുള്ളത് അത് തന്നെയായിരിക്കും സരിൻ്റെ മനസ്സിലും. ഇതിപ്പോൾ ഒരു തേർതലാണല്ലോ, അതുകൊണ്ട് ജയിക്കുകയും ചെയ്യാം തോൽക്കുകയും ചെയ്യാം. അപ്പോൾ തോറ്റുപോയാൽ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവില്ല, പിന്നെയും തിരിച്ച് കോൺഗ്രസിലേക്കോ അല്ലെ CPM പിടിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനെയൊക്കെ ഈ ചുഴികൾക്കിടയിൽ നിന്നിട്ട് സൗമ്യ എന്താ ചെയ്യുക, എന്താ പറയുക? ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ അത്. കാര്യം ഇതിൽ ഞാൻ ഉത്തരം പറയേണ്ട ഒരു ആവശ്യമില്ല. കാര്യം ഇത് സരിൻ്റെ പ്രൊഫഷൻ എന്ന് ഞാൻ പറയുന്നില്ല. പലരും പൊതുപ്രവർത്തനത്തിൻ്റെ പ്രൊഫഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷനാണ്. അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ വഴിയെന്ന് തിരഞ്ഞെടുത്തൊരു വഴിയാണ്. അതിൽ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചാടിക്കളിക്കുന്ന ഒരാളല്ല. കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവരിപ്പോൾ പറയുന്ന ആരോപണങ്ങൾ അതിപ്പോൾ ആർക്കും എന്തും പറയാം. അത് ആ വ്യക്തിയെ അറിയാത്തത് കൊണ്ട് പറയുന്നതാണ്. സരിനെ 21 വർഷം അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അതിനൊന്നും ഒരു മുഖവിലയും കൊടുക്കുന്നില്ല. സരിൻ ഇങ്ങോട്ട് വന്നിട്ട് തുടങ്ങിയതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം. ഇപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJP നേതാവ് കോൺഗ്രസിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അതിനെപ്പറ്റി ഞാനിപ്പോഴാണല്ലോ അറിയുന്നത്. എന്തായാലും ഇപ്രാവശ്യത്തെ ബൈ ഇലക്ഷൻ ഭയങ്കര സംഭവ ബഹുലമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഇലക്ഷൻ കണ്ടിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു വരുന്നു. എന്തായാലും നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സൗമ്യയുടെ പുസ്തകം വലിയ വായനക്കാർക്കിടെ വലിയ സന്തോഷം ഉണ്ടാക്കിയാണ്. എൻ്റെ കുട്ടി ഓക്കെയാണോ ഡോക്ടർ? അല്ലെ, എങ്ങനെ പോകുന്നു? ഞങ്ങളുടെ കുട്ടി ഓക്കെയാണോ ഡോക്ടർ? എങ്ങനെ പോകുന്നു പുസ്തകത്തിന്? നന്നായി പോകുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 4ാമത്തെ പതിപ്പായി. ഞാനിപ്പോൾ ഓഗസ്റ്റിലാണ് പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ വർഷത്തെ റോയൽറ്റി മുഴുവൻ നമ്മൾ വയനാടിലേക്കാണ് അന്ന് തന്നെ സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പുസ്തകം വിറ്റുപോകുന്നു. ഇപ്പോൾ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ അതിൻ്റെ 9-ാം തീയതി അതിൻ്റെ പ്രകാശനം നടന്നു. കൊച്ചിയിലും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും UAE-യിലും നല്ല രീതിയിൽ പുസ്തകം അക്സെപ്റ്റഡ് ആയി. 4ാമത്തെ പതിപ്പായി വളരെ 2-3 മാസത്തിൽ തന്നെ. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ധാരാളം കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതെൻ്റെ വഴി, ഇത് സരിൻ്റെ വഴി. ഒരു മോളാണ്, ചെറുത്, ഒരു മോളാണ്, 7ാം ക്ലാസ്. അതെ. മോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമോ ഈ രാഷ്ട്രീയ? മോൾ, അവള് പിന്നെ ഇന്നത്തെ തലമുറയുണ്ടല്ലോ, നമ്മളെപ്പോലെ ഒന്നും അല്ല. അവർ വളരെ കൂളാണ്. അവർക്ക് ഇതിനൊന്നും പറ്റി ചിന്തിച്ച് തലപുണ്ണാക്കുന്ന പരിപാടികളൊന്നുമില്ല. അപ്പോൾ അവളെ സംബന്ധിച്ചിട്ട് ഞാൻ ഓരോ തീരുമാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞല്ലോ. ഞങ്ങൾ 12 വയസ്സുള്ള അവൾക്ക് പോലും തീരുമാനങ്ങൾ സാധാരണ രീതിയിൽ വിട്ടുകൊടുക്കാറാണ് പതിവ്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട, നമ്മളൊക്കെ അങ്ങനെയായിരിക്കുമല്ലോ. നമ്മുടെ അച്ഛനമ്മമാർ അങ്ങനെ ഒരു അനുസരണ വേണം, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ നമ്മുടെ പുറത്ത് പലപ്പോഴും അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. നമുക്കൊരു ഫ്രീഡം ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ 12 വയസ്സിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഞങ്ങൾ ചൂസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് കുഞ്ഞി കാര്യമാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഫൈനലായിട്ടുള്ള ഡിസിഷൻ ആലോചിച്ച് അവളോട് എടുക്കാനാണ് പറയാറുള്ളത്. അത് ചിലപ്പോൾ തെറ്റിപ്പോവാം, അതൊരു പ്രശ്നമല്ല. പക്ഷേ ആ ട്രയൽ ആൻഡ് എററിലൂടെ കുട്ടികളൊരു തീരുമാനം എടുക്കാനും ആ തീരുമാനം ഓൺ ചെയ്യാനും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അപ്പോഴാണ് അവർക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള അച്ഛൻ, CPM നേതാവായിട്ടുള്ള അച്ഛൻ, ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? വ്യത്യാസമൊക്കെ കുട്ടിക്ക് അറിയാമോ? അവളെ സംബന്ധിച്ച് അവൾക്ക് അച്ഛൻ മാത്രമാണ്. കോൺഗ്രസ് അച്ഛൻ, CPM അച്ഛനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവളെ സംബന്ധിച്ചിട്ട് അവളുടെ അച്ഛൻ മാത്രമാണ്. അവരുടെ കെമിസ്ട്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവൾ ആക്ച്വലി എന്നെ ചിലപ്പോൾ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്. അമ്മ, അത് അച്ഛൻ്റെ ഡിസിഷനാണ്, ഹി ഹാസ് ടേക്കൺ ഹിസ് ഡിസിഷൻ, സോ ലെറ്റ് ഹിം ഡു വാട്ട് എവർ ഹി വോണ്ട്സ്. അങ്ങനെയാണ് എന്നോട് അവൾ പറയാറുള്ളത്. അത് എനിക്ക് വലിയൊരു ആക്ച്വലി
അവൾ അങ്ങനെയാണ്, അവൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് നമുക്കൊരു ഊർജ്ജമാണ്. കാര്യം ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, ആ സ്പേസ് വിട്ടുകൊടുക്കൂ, അവർക്ക് വേണ്ട ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു മോളാണ് 12 വയസ്സാണെങ്കിലും. അത് ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജം തന്നെയാണ്. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു.